ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ പലരും പറയാറുണ്ട് ഒന്നുകൂടി ചെയ്യണം എന്നുവെച്ചാൽ ഇത് വേണ്ടത അത്ര ഉണ്ട് മനസ്സുക്ക് പിടിച്ചില്ല എന്ന രൂപത്തിൽ കൂടി ഇനി ചെയ്യുമ്പോഴാണ് ഈ വന്നുപോയിട്ടുള്ള ന്യൂനതകളൊക്കെ പരിഹരിച്ച് ഒന്നുകൂടി ചെയ്യുമ്പോഴാണ് മനസ്സുക്കൊരു തൃപ്തി വരുള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയാതെ അൽഹംദുലില്ലാഹ് എന്നാൽ കഴിയുന്ന രൂപത്തിൽ കൂടി ഞാൻ എൻ്റെ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട് എന്ന് മനസ്സിൻ്റെ ആ ഒരു സംതൃപ്തി നമുക്ക് ലഭിക്കണം. ഫത്തഖുല്ലാഹ മസ്തതഅ്തും എന്നാണല്ലോ അല്ലാഹ് റസൂലും നമ്മോട് പറഞ്ഞിട്ടുള്ളത്. നമ്മളെക്കൊണ്ട് കഴിയുന്ന അത്ര എന്നിട്ട് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുക. റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ ഇത് ഞങ്ങളിൽ നിന്ന് എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഹജ്ജ്, സംതൃപ്തമായിട്ടുള്ള ഒരു ഹജ്ജ് ഉംറ, അത് നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഇപ്പം ഇവിടെ ഒന്നിലേറെ ഹജ്ജ് ചെയ്ത ആളുകളുണ്ട്. അവർ വീണ്ടും ഹജ്ജിന് പോകുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുക ഒരു പക്ഷേ കഴിഞ്ഞ ഹജ്ജിൽ വന്നിട്ടുള്ള വീഴ്ചകളൊക്കെ പരിഹരിച്ച് ഒരു പുതിയ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഹജ്ജ് നിർവഹിക്കണം എന്ന നിയ്യത്തായിരിക്കാം. ചില ആളുകളെങ്കിലും നേരത്തെ സംശയം ചോദിച്ചതുപോലെ ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കാതെ മരണപ്പെട്ടു പോയിട്ടുള്ള അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി ചെയ്യാനും ആയിരിക്കാം പോകുന്നത്. ഏതായിരുന്നാലും ഹജ്ജ് അല്ലെങ്കിൽ ഉംറ അത് നിർവഹണത്തിൽ പൂർണ്ണത കൈവരിക്കാനുള്ള ആവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ നേരത്തെ തന്നെ നമ്മൾ ചെയ്യണം എന്നർത്ഥം. നമ്മൾ എല്ലാ ഇബാദത്തുകളെ സംബന്ധിച്ചും പറയുന്നത് നോമ്പ് നോൽക്കുക എന്ന് പറയും, സക്കാത്ത് കൊടുക്കുക എന്നാ പറയാം, നമസ്കാരം നിർവഹിക്കുക എന്ന് പറഞ്ഞതുപോലെ ഹജ്ജ് ചെയ്യുക എന്നാണ് പറയാറുള്ളത്. അപ്പം ഹജ്ജ് ചെയ്യുക എന്നുള്ളതിൽ തന്നെ അതിൽ അന്തർലീനമായി കിടക്കുന്ന ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഹജ്ജ് എന്ന് ചെയ്യുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു അമലാണ്, ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയാനും ചൊല്ലാനും ഒക്കെയുള്ള പ്രാർത്ഥനകൾ വളരെ കുറച്ചേ ഉള്ളൂ. ഹജ്ജാണ് ചെയ്യുകയാണ്, ആരോഗ്യം വേണം ഹജ്ജ് ചെയ്യാൻ. അപ്പോൾ ഹജ്ജ് മറ്റുള്ള ഇബാദത്തുകൾ നിർബന്ധമാക്കിയപ്പോഴും നമസ്കാരം നമുക്ക് അറിയാം, നമസ്കരിക്കാത്ത ഒരു മനുഷ്യന് ഇസ്ലാമിൽ മെമ്പർഷിപ്പില്ല. അത് നമ്മൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് അൺകോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ഓർമ്മ നശിക്കാത്ത കാലത്തോളം ഒരു ഭാഗത്തൂടെ മലവും മൂത്രവും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓർമ്മയുണ്ട് എങ്കിൽ പോലും അവൻ ആ നമസ്കാരം നിർവഹിക്കണം. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എണീറ്റിരിക്കാൻ കഴിയില്ല, സുജൂദ് റുക്കൂ ചെയ്യാൻ കഴിയില്ല. എങ്കിലും ആ സമയമാകുമ്പോൾ നമ്മളൊക്കെ ഓർക്കേണ്ടതാണ്, നമ്മളിൽ രോഗികളായി ഇങ്ങനെ കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ നമസ്കാര സമയമായിട്ടുണ്ട് എങ്കിൽ അത് ഒളു ചെയ്യൽ നിർബന്ധമില്ല, തഅ്മം ചെയ്താൽ മതി. തഅ്മം ചെയ്യാൻ പൊടിമണ്ണ് തന്നെ വേണമെന്നില്ല. അവൻ്റെ തലയിണയിലോ അല്ലെങ്കിൽ ആസ്പത്രിയുടെ ചുമരിലോ തഅ്മം ചെയ്തിട്ടായാലും മതി. നമസ്കരിക്കുക എന്നുള്ളത് ഇന്ന സ്വലാത്ത കാനത്തല്ലിൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, അതിന് ഒരു ഒഴിവുമില്ല. വൃത്തിയാക്കണം ഒന്നുമില്ല ആ ഒരു അവസ്ഥയിൽ. എങ്കിലും നമസ്കരിക്കണം. സക്കാത്ത് സാമ്പത്തികമായിട്ട് ആ പരിധി എത്തിയ ആളിന് മാത്രമേ നിർവഹിച്ചാൽ മതി. നോമ്പിനെ സംബന്ധിച്ചോളം നമുക്കറിയാം,
ഹജ്ജ് നിർബന്ധമാക്കിയപ്പോൾ അവിടെ പറഞ്ഞു മനിസ്തത്താ ഇലൈഹി സബീല എന്ന് പറഞ്ഞു. ഫമൻ കഫറ ഫഇന്നല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ. ഹജ്ജ് അത് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തത്താ ഇലൈഹി സബീല. വലില്ലാഹി അള്ളാഹുവിനോട് അലന്നാസി മനുഷ്യർക്ക് ഉള്ള ബാധ്യതയാണ് ആ വീട് ഉദ്ദേശിച്ച് പോവുക എന്നുള്ളത്, എന്നുവെച്ചാൽ ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത്. അവിടെ നിബന്ധന വെച്ചത് മനിസ്തത്താ ഇലൈഹി സബീല. അതിലേക്ക് എല്ലാ അർത്ഥത്തിലും ആരോഗ്യം വേണം, സാമ്പത്തിക ശേഷി വേണം, അതുപോലെ തന്നെ വഴി സൗകര്യം വേണം. വഴി സൗകര്യം എന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ പലരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അവസ്ഥ മനസ്സിലുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ അള്ളാഹുവിനോട് ഏത് സമയത്തും ദ്വാ ചെയ്യേണ്ടുന്ന ഒരു ദ്വാ ഇപ്പോഴും, പടച്ചവനെ ഈ കൊല്ലത്തെ ഹജ്ജിന് പോവാത്തവർ പോലും, ഏതൊരു സത്യവിശ്വാസിയും ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, പടച്ചവനെ ഈ കൊല്ലത്തെ ഹജ്ജിന് യാതൊരു വിധത്തിലുള്ള പ്രതിബന്ധവുമില്ലാതെ നിർവഹിക്കുവാനുള്ള സാഹചര്യം റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമ്മളൊക്കെ മനസ്സുരുകി പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾ പലപ്പോഴും പല വിദേശ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പക്ഷേ പ്രാർത്ഥിക്കും. പക്ഷെ അതിനേക്കാളുമൊക്കെ നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കേണ്ടത് ലക്ഷോപലക്ഷം ആളുകൾ ആഗ്രഹിക്കുന്ന ഹജ്ജ്, അതിന് പ്രതിബന്ധമില്ലാതെ, ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കൊറോണയുടെ കാലഘട്ടത്തിൽ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഹാജിമാരെ തടഞ്ഞെങ്കിലും ചടങ്ങ് അവിടെ നടന്നു, ആ കൃത്യമായിട്ടുള്ള ഇബാദത്ത് അവിടെ നടന്നു. എങ്കിലും പലർക്കും ഹജ്ജിന് പോകാൻ സാധിച്ചില്ല. അപ്പോൾ ഈ ഒരു വർഷത്തെ ഹജ്ജിൻ്റെ മുന്നിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുമ്പോൾ മാസങ്ങൾ എന്ന് പറയാനില്ല, അത്രയും കുറഞ്ഞ സമയം ഇനിയുള്ളൂ ഹജ്ജിന്. പക്ഷേ ആ ഹജ്ജിന് യാതൊരു വിധ പ്രതിബന്ധവും കൂടാതെ അത് എല്ലാ വർഷത്തെക്കാളും സമാധാനത്തോടുകൂടി നിർവഹിക്കുവാൻ അല്ലെങ്കിൽ നടക്കുവാൻ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ ഹജ്ജ് നിർവഹിക്കുവാനുള്ള സാമ്പത്തികമായ ശേഷി ഉള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ യാത്ര ചെയ്യാനുള്ള ആരോഗ്യമുണ്ടാവില്ല. സാമ്പത്തിക ശേഷിയും ആരോഗ്യവും ഉണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊറോണ സമയത്ത് ഹജ്ജ് മുടങ്ങിയതുപോലെ പ്രതിബന്ധങ്ങളുണ്ടാവാം. യാത്രാരേഖകൾ ശരിയായി കിട്ടാതെ ഇരിക്കുന്നവരുണ്ടാവാം. ശരിയായി കിട്ടിയാൽ തന്നെ മറ്റ് പല കാരണങ്ങളാലും നിർവഹിക്കാൻ സാധിക്കാതെ വരാം. അപ്പോൾ ഇതെല്ലാം ഈ 3 ഘടകങ്ങളും ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് വേണ്ടി ശ്രമിക്കാതിരിക്കുകയോ ഹജ്ജ് ആഗ്രഹിക്കാതിരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ഒമൻ കഫറ എന്നാണ്, അവൻ കാഫിറായാൽ, അവിശ്വസിച്ചാൽ, അള്ളാഹുവിൽ അവിശ്വസിച്ചവനാണ് എന്നർത്ഥം. ഈ ഇസ്ലാം കാര്യത്തിലെ ഒരു അനുഷ്ഠാന കർമ്മമായിട്ടുള്ള ഹജ്ജ്, ആ ഒരു ഹജ്ജിന് അവന് ഈ രീതിയിൽ കൂടി സാമ്പത്തിക പ്രയാസങ്ങളില്ല, ശാരീരികമായ അവശതകളില്ല, ഹജ്ജിന് കൊടുക്കാൻ പോലും അവൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരുപാട് ആളുകളെ നമുക്കറിയാം. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒമൻ കഫറ ഫഇന്നല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരും ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹു ഗനിയാണ്, ഒരാളുടെയും ആശയം വേണ്ടാത്തവനാണ്. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, ഇങ്ങനെയുള്ള ഒരു ഹജ്ജ് അത് നിർവഹിക്കുവാൻ വേണ്ടി താല്പര്യമെടുത്ത് അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടുന്നത് ഒന്ന് ഈ പ്രാർത്ഥന തന്നെ. മനസ്സുരുകി അള്ളാഹുവിനോട് 5 സമയവും നമ്മൾ പ്രാർത്ഥിക്കുക. രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഹജ്ജ് പ്രത്യേകിച്ച് ജിഹാദിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ പറഞ്ഞപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ട ഒരു സഹോദരിയുടെ, ഒരു സ്ത്രീയുടെ ജിഹാദ് എന്ന് പറയുന്നത്, ധർമ്മസമരം എന്ന് പറയുന്നത് ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത്
ശരീരം കൊണ്ട് ചെയ്യാവുന്ന ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ അത് ഒരുപാട് നടക്കാനുണ്ട്, ഓടാനുണ്ട്, എറിയാനുണ്ട്, അതുപോലെ തന്നെ ആ രൂപത്തിൽ കൂടി തവാഫ് ചെയ്യാനുണ്ട്. ഇങ്ങനെയുള്ള ശരീരം കൊണ്ട് ചെയ്യാവുന്ന ഈ ഒരു അമല് അത് കഴിയുന്നതും അതിന് സാധ്യത ഉണ്ടാകുന്ന സന്ദർഭത്തിൽ തന്നെ എപ്പോഴാണോ നമുക്കതിന് സാധ്യമാവുന്നത് അത് വെച്ച് നീട്ടാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. നിസാര കാര്യങ്ങൾ പറഞ്ഞിട്ട് റിട്ടയർ ചെയ്യട്ടെ, അല്ലെങ്കിൽ അവളുടെ കല്യാണം കഴിയട്ടെ, അല്ലെങ്കിൽ അവൻ്റെ കല്യാണം കഴിയട്ടെ, അല്ലെങ്കിൽ വീടിൻ്റെ പണി പൂർത്തിയാവട്ടെ, പക്ഷെ ഇതൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഹജ്ജ് ഒരു നിർബന്ധ ആരാധന എന്നുള്ള നിലയിൽ അതിന് എത്തിയാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരുങ്ങണം. നമ്മൾ ചെയ്യുമ്പോഴും നമ്മുടെ മറ്റുള്ള ആളുകളോടും നമ്മളത് പ്രേരിപ്പിക്കണം, മക്കളോടും നമ്മളത് പ്രേരിപ്പിക്കണം, മരുമക്കളോടും പ്രേരിപ്പിക്കണം. ആ രൂപത്തിൽ കൂടി ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. നേരത്തെ പറഞ്ഞതാണ്, ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ ഹജ്ജ് നിർബന്ധമായിട്ടുള്ളൂ. ഉംറയും അതുപോലെ തന്നെ. ഒന്നിലേറെ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ അത് പുണ്യകരമാണ് എന്നർത്ഥത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന സന്ദർഭത്തിൽ ഏതായിരുന്നാലും നമ്മൾ ഇപ്പോൾ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. നമ്മളേതായാലും ഹജ്ജിന് വേണ്ടി നമ്മൾ ഈ പ്രാവശ്യം പ്രത്യേകിച്ചും സർക്കാർ സർവീസിൽ ഹജ്ജിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ചോയ്സ് ഉണ്ടായി. അവരുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനുള്ള, ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള ഡേറ്റും അതുണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊന്നും അത് ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം നമുക്കത് മിക്കവാറും ആളുകളത് ചോദിച്ചപ്പോൾ നമുക്കത് കിട്ടി. ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇനിയും നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ഒരു കൂട്ടുകെട്ട് ഹജ്ജിന് കിട്ടുക എന്നുള്ളത് ഒരു വല്ലാത്ത സൗഭാഗ്യമാണ്. അതാണായിരുന്നാലും പെണ്ണായിരുന്നാലും. സ്ത്രീകൾ ഏകദേശം ഇപ്പം 4 പേർക്കുള്ള മെഹ്റമില്ലാത്ത ആ രൂപത്തിൽ കൂടി പോകുന്ന തിരഞ്ഞെടുപ്പ് അവർ ഏകദേശം ഒരു രൂപത്തിലെത്തിയിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലപ്പോഴും ഹജ്ജിൽ പ്രയാസങ്ങൾ ഉണ്ടാവാറുള്ളത് കൂട്ടുകെട്ട് ശരിയാവാതിരുന്നാൽ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹജ്ജ് പൂർണ്ണതയിൽ മബ്രൂറും അതുപോലെ തന്നെ മക്ബൂലും സ്വീകാര്യയോഗ്യവും പുണ്യകരവുമായുള്ള ഹജ്ജ് ചെയ്യണമെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെയല്ല, നല്ല പണിയാണ്. ഹജ്ജ് ചെയ്ത് ഹാജിയായോ ഹജ്ജുമയായോ തിരിച്ചു വരിക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമല്ല, അതിന് വലിയ പ്രയാസമില്ല. പക്ഷെ മക്ബൂലും മബ്രൂറും പുണ്യകരവും അതുപോലെ തന്നെ സ്വീകാര്യയോഗ്യവുമായുള്ള ഹജ്ജ് ചെയ്യണമെങ്കിൽ നല്ല പ്രയാസമാണ്. അതിന് നല്ല ഈമാൻ തന്നെ വേണം, നല്ല മനക്കരുത്ത് വേണം. അതിന് ഏറ്റവും വലിയ ഘടകമാണ് നമ്മുടെ കൂട്ടുകെട്ട് എന്ന് പറയുന്നത്. കാരണം നമ്മൾ പല ആളുകളും ചോദിക്കാറുണ്ട്, ഇത് മുജാഹിദ് നടത്തുന്ന ക്ലാസ്സല്ലേ, അത് സുന്നികൾ നടത്തുന്ന ക്ലാസ്സല്ലേ, ജമാഅത്ത് ഇസ്ലാമി നടത്തുന്ന. പക്ഷേ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ആലോചിക്കേണ്ടത്, ഏത് സംഘടന നടത്തിയാലും ഈ ഇരിക്കുന്ന ആളുകളോട് അള്ളാഹുവിനെ സാക്ഷിയാക്കി എനിക്കും ഈ സംഘടനയുടെ ഭാരവാഹിക്കും ഈ ഹജ്ജ് ക്ലാസ് സംഘടിപ്പിച്ചും പറയാനുള്ളത്, നമ്മൾ ഇവിടെ വിവരിക്കുന്ന ഹജ്ജിൻ്റെ രൂപം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ ഹജ്ജത്തുൽ വിദാഇൽ ഹജ്ജ് നിർവഹിക്കുന്നതിനോടൊപ്പം ലക്ഷക്കണക്കിന് സഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഖുദൂ അന്നി മനാസിക്കക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കണ്ടു പഠിക്കണം, അത് സ്വീകരിക്കണം എന്ന് പറഞ്ഞ ആ ഒരു രൂപം കൃത്യമായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സുന്നി ഹജ്ജോ മുജാഹിദ് ഹജ്ജോ ജമാഅത്ത് ഹജ്ജോ അല്ല പറയുന്നത്. നമുക്ക് റോൾ മോഡലായി നമ്മൾ അനുകരിക്കുവാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുള്ള നമ്മുടെ പ്രവാചകൻ, നമുക്ക് ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, തൗറാത്തും ഇഞ്ചീലും അവതരിപ്പിച്ചതുപോലെയല്ല ഖുർആനിൻ്റെ അവതരണം. തൗറാത്ത് അവതരിപ്പിച്ചത് പലകകളിലായി, അത് ഒറ്റയടിക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് സീനാ പർവ്വത നിരയിൽ നിന്ന് പോന്നപ്പോൾ
തൗറാത്തിൻ്റെ ഏടുകളുമായാണ് പോകുന്നത്. സബൂറും അതുപോലെ തന്നെ, ഇഞ്ചിയിലും അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമസംഹിതകൾ അവരുടെ പ്രവാചകന്മാർക്ക് അള്ളാഹു അത് ഒറ്റയടിക്ക് അറിയിച്ചു കൊടുത്തു, അല്ലെങ്കിൽ എത്തിച്ചു കൊടുത്തു. അത് കാലഹരണപ്പെട്ടു പോയി. അതിനുശേഷം നമുക്കറിയാം, അന്തിമ പ്രവാചകൻ ഖാത്തമുൻ നബി, നമുക്ക് ആർക്കും സംശയമില്ല ഇനിയൊരു നബി വരാനില്ല, ഇനിയൊരു ഖുർആൻ അവതരിക്കാനില്ല. ഈ റസൂലുള്ള ഈ ലോകത്ത് അന്തിമ പ്രവാചകനായി അള്ളാഹു നിയോഗിച്ച് 23 വർഷക്കാലമാണ് റസൂലായി ജീവിച്ചത്. 40 വർഷക്കാലം മുഹമ്മദായി ജീവിച്ചുവെങ്കിൽ അതിനുശേഷമുള്ള 13 വർഷക്കാലം മക്കയിലും 10 വർഷക്കാലം മദീനയിലും ജീവിച്ച് ആ 23 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിച്ച ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ള 2 ചട്ടക്കിടയിലുള്ള, അതാണുള്ള മുസാഫ് എന്ന് പറയുന്നത്, 2 ചട്ടക്കിടയിലുള്ള ആ ഒരു ഗ്രന്ഥം. അതിന്ന് ക്രോഡീകരിച്ചുവെങ്കിലും അതിലെ ആയത്തുകൾ എവിടെ വെക്കണം, എങ്ങനെ വെക്കണം എന്ന് പഠിപ്പിച്ചത് അള്ളാഹു റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്തതുപോലെ ക്രോഡീകരിച്ച ആ മുസാഫ്. ആ മുസാഫിലുള്ള ഓരോ അധ്യായങ്ങളെ സംബന്ധിച്ചും അതിലെ ഓരോ നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എങ്ങനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി 23 വർഷക്കാലം റസൂലുള്ളാഹിയെ നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹു ജീവിപ്പിച്ചു. ആ ജീവിപ്പിച്ച ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി എവിടെ തുപ്പി, പള്ളിയിലേക്ക് കയറിയപ്പോൾ ഏത് കാല് വെച്ചു, പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ, മൂത്രപ്പുരയിലേക്ക് കയറിയപ്പോൾ, ഹജ്ജിൻ്റെ നിർവഹണം, ചെറുതും വലുതുമായുള്ള ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും നിർവഹിച്ചതും പറഞ്ഞതും കൽപ്പിച്ചതും മൗനാനുവാദം നൽകിയതുമായുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചു. ആ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള അതിനെയാണ് നമ്മൾ സുന്നത്തെന്ന് പറയുന്നത്, ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്, റസൂലുള്ളാഹിയുടെ ചര്യ എന്ന് പറയുന്നത്. ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് എങ്ങനെയായിരിക്കണം ഹജ്ജ് നിർവഹിക്കേണ്ടത് എന്ന കാര്യമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇനി ഈ ക്ലാസ് കേട്ടു പോയതിന് ശേഷം നിങ്ങൾ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഏതായിരുന്നാലും അവിടെ പോവുകയല്ലേ, അപ്പം നമ്മൾ മിനായിൽ നമ്മൾ താമസിക്കുകയല്ലേ, മിനായിൽ വേറെ പണിയൊന്നുമില്ലല്ലോ, തെൽബിയത്തും ചൊല്ലിയിരിക്കുകയല്ലേ, ഖുർആനും ദിക്റും ചൊല്ലിയിരിക്കുകയല്ലേ, എന്തേ നമുക്ക് 4 നിസ്കരിച്ചൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. 4 റക്അത്ത് തന്നെ ളുഹറും 4 റക്അത്ത് തന്നെ അസ്റും 4 റക്അത്ത് ഇശയും നമസ്കരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മദീന അറഫ അൽ അറഫ എന്ന് പറഞ്ഞ അറഫ മൈതാനിയിലെ ടെന്റുകളിൽ വെച്ച് ബദരിയത്തും കുത്തുബിയത്തും നിർവഹിക്കുന്ന ആളുകളുണ്ട്. അവിടെയും 4 റക്അത്ത് ളുഹറും 4 റക്അത്തും നമസ്കരിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ഈ പറയുന്നതും ഈ പണിപ്പെടുന്നതും ഒക്കെയും നിങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തിച്ചു തരിക എന്നുള്ള ബാധ്യതയേ ഉള്ളൂ. അപ്പോൾ അത് നിർവഹിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് നിർവഹിക്കുന്നിടത്ത് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കാൻ പാടില്ല എന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുകയും ഈ കൃത്യമായുള്ള രേഖ പുസ്തകമാക്കി നമ്മൾ നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ ആ രൂപത്തിൽ കൂടി ഒരു മഖ്ബൂലും മബ്റൂറുമായുള്ള ഹജ്ജ് നിർവഹിക്കണമെങ്കിൽ എൻ്റെ കൂട്ടുകെട്ട് നന്നായിരിക്കണം. നല്ല താടിയും തലപ്പാവും ഒക്കെയുള്ള ആളായിരിക്കാം. പക്ഷേ ഈ രൂപത്തിൽ കൂടിയാണ് പറയുമെങ്കിൽ നമ്മൾ വിചാരിക്കും അയാൾ ഇത്രയൊക്കെ പഠിച്ച ആളല്ലേ, അയാൾ അങ്ങനെയാണെങ്കിൽ എനിക്കും. അതല്ല നമ്മളുടേത്. ഒരിക്കലും അങ്ങനെ ഒരു കാര്യം റസൂലുള്ളാഹി പറഞ്ഞില്ലല്ലോ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ് തറക്തു ഫീക്കും അംറീൻ ലൻ തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ. കിതാബ് അള്ളാഹിൻ്റെ കിതാബും വസുന്നത്ത റസൂലി, റസൂലുള്ളാഹിയുടെ ചര്യയും ഇത് മുറുകെ പിടിച്ചാൽ അവന് വഴിപിഴക്കുകയില്ല എന്ന് പറഞ്ഞ ആ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അനുസരിച്ചാണ് നമ്മൾ ഹജ്ജും ഉംറയും ഇബാദത്തുകളൊക്കെയും നിർവഹിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂട്ടുകെട്ട് നന്നാക്കാൻ ശ്രമിക്കും. ഇനിയിപ്പോൾ ഒരു റൂമിൽ താമസിക്കുന്നവരിങ്ങനെയാണെങ്കിലും, ഇനി നിങ്ങൾ മിനായിലെ ടെൻറ്റിൽ തന്നെ ചിലപ്പോൾ 100ഓളം ആളുകൾ ഒരു ടെൻറ്റിലുണ്ടാവാം. കേരള ഗവൺമെൻറ് ഹജ്ജ് കമ്മിറ്റിയിൽ പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് ഒന്നിച്ച് ഒരുപാട് ആളുകളുണ്ടാവും.
ഇങ്ങനെയുള്ള ആശയപ്പൊരുത്തമുള്ള ആളുകൾ ഒരുമിച്ചായിരിക്കണം ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത്. അതാണ് ആ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമ്മൾ യാത്രയിലേക്ക്, ഞാൻ ദീർഘമായി അങ്ങനെ പോയാൽ സമയം ഒരുപാട് പോകും. ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു ചെറിയ ഒരു യാത്രക്ക് ഒരുങ്ങുകയാണെങ്കിൽ തന്നെ, ഒന്ന് തിരുവനന്തപുരം പോകാനോ അല്ലെങ്കിൽ മറ്റേതൊരു ആവശ്യത്തിന് പുറത്തേക്ക് പോകുമ്പോഴും നമ്മൾ എത്രത്തോളം ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷ്മത കാണിക്കുന്നു, അതിനനുസരിച്ചായിരിക്കും ആ യാത്രയുടെ സൗകര്യം നമുക്കുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും നമ്മളൊരു യാത്രക്ക് ഒരുങ്ങുമ്പോൾ ഒരു 1.5 മാസം, 45 ദിവസം അല്ലെങ്കിൽ 40 ദിവസം ഇത്രയും മാക്സിമം കിട്ടുള്ളൂ, അല്ലേ? 40 ദിവസത്തിലധികം ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിൽ വരും. പ്രൈവറ്റ് ഗ്രൂപ്പാണെങ്കിൽ ഒരു 30 ദിവസം. പ്രൈവറ്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് നമ്മളൊന്നും ഒരുങ്ങേണ്ടതില്ല, കാരണം ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കിട്ടും. ഈ പ്രാവശ്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ നമുക്ക് ആർക്കും വെച്ചുണ്ടാക്കി തിന്നാനുള്ള സംവിധാനം ഉണ്ടാവില്ല എന്നാണ് കിട്ടിയിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ അരിയും പൊടിയും സാമാനങ്ങളും ഒന്നും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതില്ല. എല്ലാ റൂമിലും ഗ്യാസ് സൗകര്യങ്ങളും ഒക്കെ കഴിഞ്ഞ വർഷം വരെ ഹജ്ജിനുണ്ടായിരുന്നു നമുക്ക് ഓരോ റൂമിലും. പക്ഷേ ഈ പ്രാവശ്യം അതുണ്ടാവില്ല എന്നാണ് കിട്ടിയതെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഓരോ ദിവസവും ഹാജിമാരുടെ സൗകര്യത്തിന് വേണ്ടിയാണ് സർക്കാർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളതിനോട് സഹകരിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിൽ കൂടിയുള്ള ചട്ടിയും പാത്രങ്ങളും ഒന്നും, അതുപോലെ തന്നെ പൊടികളും മസാലകളും ഒന്നും നമ്മൾ കൊണ്ടുപോകേണ്ടതില്ല. പക്ഷെ നമുക്ക് നമ്മുടെ അവിടെ ഉപയോഗിക്കാൻ ചുക്കുപൊടി ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള രൂപത്തിൽ കൂടിയുള്ള വെച്ചുണ്ടാക്കാനുള്ള നിലക്കുള്ള സാധനങ്ങളൊന്നും ആരും ഏതായിരുന്നാലും എടുക്കേണ്ടതില്ല. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കാൻ തയ്യാറാവണം. പക്ഷെ അതേ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, ആ മരുന്നുകൾ കൃത്യമായിട്ട് അത് പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ടുള്ള പാക്കറ്റുകൾ അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ കയ്യിൽ വെക്കണം. കാരണം നമ്മുടെ ചീട്ട് ഉണ്ടെങ്കിൽ ഏത് മരുന്ന് വേണമെങ്കിലും വിദേശത്ത് എവിടെയൊന്നും കിട്ടും. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ സംഖ്യ നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ, അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അവരുപയോഗിക്കുന്ന മരുന്നുകൾ, ഇനി ആ മരുന്നുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒക്കെയും നമ്മുടെ ഹാൻഡ് ബാഗിലായിരിക്കും വെക്കുകയും ചെയ്യേണ്ടത്. സാധാരണ കഴിക്കുന്ന മരുന്നുകൾ ഒരിക്കലും നമ്മളുടെ ലഗേജ് ബാഗിൽ നമ്മൾ വെക്കാൻ പാടില്ല എന്നർത്ഥം. സാധാരണ ഉപയോഗിക്കേണ്ടതല്ലാത്ത മരുന്നുകളാണെങ്കിൽ മറ്റേതെങ്കിലും നമ്മൾ മുൻകൂട്ടി നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിട്ട്, അതായത് അവിടെ കാലാവസ്ഥ മിക്കവാറും ഈ വർഷവും ചൂടായിരിക്കും, അല്ലേ? തണുപ്പിലേക്ക് എത്തൂല. മെയ് മാസം എന്നൊക്കെ പറഞ്ഞാൽ ചൂട് തന്നെയായിരിക്കും. ആ കൊടും ചൂടിലേക്ക് എത്തുന്നുണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ, എങ്കിലും ചൂട് കാലമായിരിക്കും. അപ്പോൾ സ്വെറ്റർ പോലെയുള്ള വസ്ത്രങ്ങളൊന്നും ഏതായാലും നമ്മൾ കൊണ്ടുകൊണ്ടി വരില്ല. പക്ഷെ നമ്മൾ എന്തായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാലാവസ്ഥ വ്യതിയാനം സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് വരില്ല. ഇപ്പോൾ TP ഹുസൈൻ കോയപ്പം നമ്മൾ ക്ലാസ് എടുത്ത ചുമക്കുന്നത് നിങ്ങൾ കണ്ടു. നിരന്തരം യാത്ര ചെയ്ത് പരിചയമുള്ള ആളുകളാണ്. അപ്പം യാത്ര ചെയ്ത് പരിചയമില്ലാത്ത ആളുകൂടി ആകുമ്പോൾ എങ്ങനെയായിരുന്നാലും കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം, ആ കാലാവസ്ഥയിൽ വ്യതിയാനം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ഇപ്പം തന്നെ ആലോചിച്ചാൽ മതി. കാര്യമായിട്ട് ഈ ഒരു AC എന്നെ തണുപ്പ് കൂടിയിട്ട് പരാതി പറയുന്ന ആളുകളുണ്ട്, അല്ലേ? ഒന്ന് കുറക്കണം എന്ന് പറയുന്ന ആളുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പോരാ എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മുടെ റൂമിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ അതിനനുസരിച്ച് 4 or 5 ആളുകളുടെ റൂമിൽ വേണമെങ്കിൽ നമുക്കതിന് അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഹറമിലെ പള്ളിയിലുള്ള AC ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാനും കുറക്കാനും കഴിയില്ല. അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചില ഏരിയകളിൽ, പ്രത്യേകിച്ച് പുതുതായി പണി കഴിപ്പിച്ചിട്ടുള്ള ഏരിയകളിലുള്ള AC എന്ന് പറഞ്ഞാൽ കടും തണുപ്പായിരിക്കും, കൊടും തണുപ്പ്. നമ്മൾ ഈ വെയിലത്ത് നിന്ന് നേരെ പോയിട്ട് ആ AC റൂമിലിരിക്കും, അവിടുന്ന് നേരെ ഇങ്ങോട്ട് തിരിച്ച് ഈ ചൂടിലേക്ക് ഇങ്ങോട്ട് വരും. 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വരുമ്പോൾ തന്നെ കാലാവസ്ഥ വ്യതിയാനമായി. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം സംസം നമ്മൾ കുടിക്കുമ്പോഴും
നല്ല തണുപ്പുള്ള സംസം നോക്കി കുടിക്കും ചില ആളുകൾ, ഒരു ഹരത്തിന് വേണ്ടി ഒരു പക്ഷേ അങ്ങനെയുള്ള ആ ഒരു തണുത്ത വെള്ളം കുടിക്കുന്നതോടുകൂടി തന്നെ ഒരു പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കോൾഡിന് കാരണമാകും. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് എല്ലായിടത്തും നമ്മൾ ആ ഒരു വസത്ത്, ഒരു മിതത്വം നമ്മൾ പാലിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പം കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഈ രൂപത്തിൽ കൂടിയുള്ള ഇതുണ്ടാവുമ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ഏകദേശം അതിന് പറ്റുന്ന കഫ് സിറപ്പുകളും അതുപോലെ തന്നെ അതിന് പറ്റുന്ന മരുന്നുകളും പിന്നെ ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയും രോഗത്തിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ അതിജയിക്കാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കാര്യം എനിക്കറിയാം, അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കുള്ള മരുന്നും നമ്മൾ കരുതി വെക്കണം. ചില ഇതിനെ സംബന്ധിച്ചുള്ള പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യം വന്നില്ല എങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം. ഒരുപക്ഷെ നമ്മൾക്ക് ആവശ്യം വന്നില്ലെങ്കിലും നമ്മൾ റൂമിലുള്ള പല ആളുകൾക്കും അത് ഉപകാരത്തിൽപ്പെടും. അപ്പോൾ അവർക്കും അത് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ആ രൂപത്തിലേക്കുള്ള മരുന്നുകളും നമ്മൾ കരുതണം. പിന്നെ നമ്മൾ ഭാര്യയും ഭർത്താവും കൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്കറിയാം ഓരോരുത്തർക്കും ഇത്ര കിലോ, ഈ ഗവൺമെൻറ്റിൻ്റെ പ്രാവശ്യം എത്ര കിലോ അറിയോ? 40 30 അങ്ങോട്ട് കൊണ്ടുപോകാൻ 40 ഉണ്ട് അല്ലേ? 40 ഉണ്ടല്ലോ എന്ന് കരുതി 40ലേക്ക് എത്തിക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട. നമുക്ക് ആവശ്യമുള്ള ലഗേജുകൾ എത്രയാച്ചാൽ അതിൽ നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഉമ്മയും മകനും അതല്ലെങ്കിൽ ആങ്ങളയും പെങ്ങളും ആരാണ് കൂട്ടത്തിലുള്ളതെങ്കിൽ ഈ ലഗേജ് സെറ്റ് ചെയ്യുമ്പോൾ രണ്ടാളുടെയും സാന്നിധ്യത്തിലായിരിക്കണം. അതായത് ഒരാൾ വെക്കുന്നത് മറ്റേ ആൾ കൂടി അറിഞ്ഞാൽ ഇന്നത് ഇന്ന സ്ഥലത്താണ് വെച്ചത്, നെയിൽ കട്ടർ ഇങ്ങനെയൊക്കെയുള്ള ആയുധങ്ങളായിട്ടുള്ള സാധനങ്ങൾ, കത്തി, ഇതുപോലെയുള്ള യാത്ര ചെയ്ത് പരിചയമുള്ള ആളുകളാണെങ്കിൽ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്, ഒരിക്കലും അതൊന്നും ഹാൻഡ് ബാഗിൽ നമുക്ക് വെക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ വെക്കുന്നത് നമ്മുടെ ലഗേജ് ബാഗിലായിരിക്കും വെക്കുന്നത്. അപ്പോൾ ആ ലഗേജിൽ ബാഗിൽ വെക്കുന്നതാണെങ്കിൽ തന്നെ എവിടെയാണ് ഇത് ഞാൻ വെച്ചത് എന്ന് കൃത്യമായി രണ്ടാളും കൂടിയുള്ള സാന്നിധ്യത്തിലായിരിക്കണം നമ്മളത് വെക്കേണ്ടത്. എന്നാൽ തന്നെ ചിലപ്പോൾ നമുക്ക് സംശയമൊക്കെ തോന്നും. പക്ഷെ ആ ഒരു തോന്നലില്ലാതിരിക്കാനാണെന്ന് പറയുന്നത് എല്ലാ രീതിയിൽ കൂടിയും ആ രൂപത്തിൽ കൂടി. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിൻ്റെ വേഷം വേറൊന്നില്ല, ഒരു സാധാരണ പോകുന്ന വേഷം തന്നെയാണ്. പലപ്പോഴും ഹജ്ജ് ക്ലാസ്സിൽ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, പിന്നെ രഹസ്യം അല്ലെങ്കിൽ എഴുതി ചോദിച്ചിട്ടുണ്ട്, ഫോണിലൂടെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ക്ലാസ്സിലും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് സ്ത്രീകൾക്കുള്ള വേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എന്ന് വെച്ചാൽ ആ കുട്ടി ചോദിച്ചത് ബോഡി ഷേപ്പ് പറത്ത പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഹജ്ജിനോ ഉംറക്കോ വെച്ചിട്ട് പ്രത്യേക ഒരു വേഷം ഒരു സ്ത്രീക്കില്ല. ഒരു മുസ്ലിം സഹോദരി എങ്ങനെയാണോ പുറത്തിറങ്ങി പോകുന്നത്, ഏത് വേഷമാണോ ധരിക്കേണ്ടത്, ആ ഒരു വേഷമാണ് നമ്മൾ ഹജ്ജിലും ഉംറയിലും ധരിക്കേണ്ടത്. അപ്പോൾ അത് ഇന്നത്തെ രൂപത്തിൽ കൂടിയുള്ള തലയും കാര്യങ്ങളും മറിഞ്ഞാലും നമുക്ക് നിര്യാണിയുടെ മുകളിലുള്ള ഭാഗങ്ങളൊക്കെ വെളിവാകുന്ന രൂപത്തിൽ കൂടിയുള്ള വേഷമാണ് പല സഹോദരിമാരും ഇന്ന് ധരിക്കുന്നത്. അപ്പം ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം സ്ത്രീ ഏത് ഹൗറത്ത് ഏതൊക്കെയാണോ അത് അറിയാത്ത ആളും ഇവിടെ ഇല്ല. അപ്പോൾ ആ രൂപത്തിലേക്കുള്ള വേഷമാണ് നിൽക്കുന്നത്. അത് എത്ര ഡ്രസ്സ് വേണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം അവരവർ ഒരു തീരുമാനത്തിൽ എത്തുക, എത്ര വേണം എന്നുള്ളതിനെ സംബന്ധിച്ച്. അലക്കിയിടാനും ഉണക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ് ഹജ്ജ് കമ്മിറ്റിയിൽ പോകുന്ന ആളുകൾക്ക് എന്തായിരുന്നാലും കിട്ടും. മറ്റവരെ സംബന്ധിച്ചിടത്തോളം ധോബി അലക്കുകാരൻ വരും, ഇന്ന ദിവസം വന്നു തിരിച്ച് അലക്കി കൊണ്ടു കൊടുക്കും ചെയ്യുന്ന സാധനം. എന്നാലും നമ്മളൊരു ലാവിഷായിട്ടുള്ള വേഷം അല്ലെങ്കിൽ അത്ര ഏറെ എണ്ണം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇഹ്റാമിൻ്റെ വേഷം ഞാൻ സൂചിപ്പിക്കുന്ന എല്ലാവർക്കും ക്ലാസ്സിൽ പറഞ്ഞു, ഒരു 2 പിന്നെ തുണി കഷ്ണം വെള്ള വസ്ത്രം, എന്നാലും ഒന്നിലേറെ നമ്മൾ വെക്കുകയും ചെയ്യും. അതിന് പുറമെ അവർ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ഇഹ്റാമിൽ തഹല്ലുലായാൽ നമ്മൾ തമത്വമായിട്ടുള്ള ഹജ്ജാണ് നിർവഹിക്കുന്നത് പറഞ്ഞു. ദുൽഹജ്ജിൻ്റെ മുമ്പായി നമ്മൾ ഉംറ ചെയ്ത് നിർവഹിച്ച് മിക്കവാറും എല്ലാവരും പോകുന്നത് മീനയിലേക്ക് ജിദ്ദയിലേക്ക് തന്നെ ആയതുകൊണ്ട് നമ്മുടെ മദീന സന്ദർശനം എന്ന് പറയുന്നത്
മക്കയിൽ എത്തിയതിന് ശേഷം ഹജ്ജിന് മുമ്പോ ഹജ്ജിന് ശേഷമോ ആയിരിക്കും. അവസാനം പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അല്ലാത്തവരെ സംബന്ധിച്ച് ഹജ്ജിന് മുമ്പും ആയിരിക്കും. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, നിങ്ങൾ ബാഗേജിൽ വെക്കേണ്ട വസ്ത്രം എന്ന് പറയുന്നത് ഈ രൂപത്തിൽ കൂടി നിങ്ങൾ അവിടെ നിന്ന് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമേ അതിൽ വെക്കണം. പക്ഷേ ഉംറക്ക് വേണ്ടി നിയത്ത് ചെയ്ത് നമ്മൾ കയറുന്ന സന്ദർഭത്തിൽ നമ്മൾ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും നമ്മൾ ഇഹ്റാമിൽ ധരിച്ചിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവരുടെ ഈ വേഷം, പുരുഷന്മാരാണെങ്കിൽ 2 എങ്കിലും ഈ ഇഹ്റാമിൻ്റെ വേഷം ഒരു കൂട്ട് നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ കരുതുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുണ്ടോ? നിങ്ങൾ സ്ത്രീകൾ ധരിച്ചിട്ടുള്ള വസ്ത്രം കഴിഞ്ഞതിന് പുറമെ ഏതെങ്കിലും ഒരു സെറ്റ് വസ്ത്രം നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ, പലപ്പോഴും സംഭവിക്കാറുള്ളത്, നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ നമുക്കറിയാം, ആണുങ്ങളെപ്പോലെയല്ല. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുണ്ടും ഒരു പുതപ്പും മാത്രമേ ഉള്ളൂ. ഇതിൽ അറിയാതെ നമ്മൾ എപ്പോഴും അത് യാത്രയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. നമ്മളുടെ ഉപയോഗിച്ച് പരിചയമില്ലാത്തൊരു ബാത്റൂമിലേക്ക്, അത് എയർപോർട്ടിലായിരുന്നാലും, ഇനി എയർപോർട്ടിൽ തന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും വിശ്രമ സ്ഥലത്താണെങ്കിൽ, ഇപ്പം നേരെ കരിപ്പൂർ അതുപോലെ തന്നെ സൗദി അവിടെ ചെന്നാൽ അവിടെ ഇറങ്ങിയാൽ നമ്മൾ ബാത്റൂം ഉപയോഗിക്കുമ്പോൾ നമുക്ക് എപ്പോഴും സംഭവിക്കാറുള്ളത്, അറിയാതെ നമ്മൾ അതിൻ്റെ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിലത്തേത് ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഫോഴ്സും കാര്യങ്ങളും നമുക്കറിയാം. ഇതൊരു പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ആകപ്പാടെ ഒന്നിച്ച് ആ സ്പീഡിൽ വന്നിട്ടുണ്ടെങ്കിലും വസ്ത്രവും കാര്യങ്ങളും നനയാനും അതുപോലെ തന്നെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് എത്തും. അപ്പം ഈ എല്ലാ വേഷങ്ങളും ഇത് നനഞ്ഞ് അല്ലെങ്കിൽ ഇതിൽ നജസായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കെന്തുണ്ടാവും? നമുക്കൊരു വല്ലാത്തൊരു പ്രയാസം ഉണ്ടാവും. അപ്പം ഒരു കൂട്ട് ഡ്രസ്സ്, അത് ആണിൻ്റെതാണെങ്കിലും അവർ ഒന്ന് പുതക്കാനോ ഒന്ന് ഉടുക്കാനോ എടുത്തു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സെങ്കിലും അല്ലെങ്കിൽ ഒരു ഷീറ്റെങ്കിലും, നമ്മുടെ ഒരു വെള്ള തുണിയുടെ ഒരു കഷ്ണമെങ്കിലും നമ്മളുടെ ഹാൻഡ് ബാഗിൽ വെച്ചാൽ ഇത് ഏതെങ്കിലും നിലക്ക് വൃത്തികേടായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ലഗേജ് നമുക്ക് കിട്ടില്ല, ലഗേജ് പോയിട്ടുണ്ടാവും. അപ്പോൾ ഒരു പർദ്ദയെങ്കിലും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചാൽ അത് നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ യാത്രാ രേഖകൾ, അത് പലപ്പോഴും ആണ് സൂക്ഷിക്കേണ്ടതെങ്കിലും ചില ഗ്രൂപ്പിൽ പോകുന്ന അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള പുരുഷന്മാരെക്കാളും സൂക്ഷ്മതയും ഈ കാര്യത്തിൽ ജാഗ്രതയും ഉള്ളത് പെണ്ണുങ്ങളാണ് എങ്കിൽ അവരെ കയ്യിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അത് ആവശ്യം വരുന്ന സമയത്ത് നമുക്കറിയാം, എമിഗ്രേഷനിലോ കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് അവനവൻ തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാൽ ഇത് എവിടെ വെച്ചു എന്ന് ഓർമ്മയില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ യാത്രക്ക് തന്നെ ഒരുപാട് പ്രയാസമുണ്ടാവും. ജിദ്ദയിൽ ഇറങ്ങിയിട്ട് ഉംറ ചെയ്യാതെ മടങ്ങി പോരേണ്ടി വന്ന സംഭവം ഒരു അമീർ വിശദീകരിച്ചത് എനിക്കറിയാം. നേരമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം വിമാനത്തിൽ വെച്ച് മറന്നു പോന്നു. ടോയ്ലറ്റിൽ പോയപ്പോൾ പാസ്പോർട്ടും ഇതും അവിടെ വെച്ച് മറന്നു പോന്നു. ഇറങ്ങി വന്നതിന് ശേഷം ഭർത്താവിൻ്റെ അടുത്താണ് ഈ തെറ്റ് പറ്റിയത്. ഭാര്യ ചോദിച്ചു, എവിടെ നിങ്ങളെ പാസ്പോർട്ട്? ഇനി എന്തിനാണ് നമ്മളിവിടെ എത്തിയില്ലേ? അത് ഞാൻ അവിടെ വിമാനത്തിൽ അവിടെ വെച്ചു. അവിടെ അപ്പോഴേക്കും എന്താ പറയുക, വിമാനം ഇറങ്ങിക്കഴിഞ്ഞാൽ 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യും. ഇതാരോ ശ്രദ്ധിക്കാതെ എന്താ അറിയില്ല, അത് കിട്ടിയില്ല. ജിദ്ദയിൽ ഇറങ്ങിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ മടങ്ങി വന്ന അനുഭവം ഉണ്ടായതായിട്ട് പറഞ്ഞു. അപ്പോൾ പാസ്പോർട്ടും രേഖകളും കൃത്യമായി നമ്മളത് കഴിയുമെങ്കിൽ അതിനു വേണ്ടി നമ്മളൊരു പ്രത്യേകമായിട്ടുള്ള കഴുത്തിലിടാവുന്ന ഒരു തുണി കൊണ്ടുള്ള ഒരു കീശ അടിപ്പിച്ചാൽ നമ്മൾ ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ നമുക്കത് മറഞ്ഞു കിട്ടും. അല്ലാത്ത സന്ദർഭത്തിലാണ് എങ്കിലും നമ്മൾ ഷർട്ടൊക്കെ ധരിക്കുന്ന സമയത്ത് ആ കീശ ഇട്ടാൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിലല്ലാതെ ഒരിക്കലും അത് പോക്കറ്റടിച്ചും പോവില്ല, നഷ്ടപ്പെടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ പണം സൂക്ഷിക്കേണ്ടത്. ഇപ്പം ഹജ്ജിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പിൽ പോകുന്നവർക്ക് ഒരിക്കലും പണം കൈകാര്യം ചെയ്യേണ്ടി വരില്ല. പക്ഷെ നമുക്കറിയാം, ഇപ്പം 3000 റിയാലെങ്കിലും ചുരുങ്ങിയത് വേണമെന്ന് ഹജ്ജ് കമ്മിറ്റിയിൽ പോകുന്ന ആളോട് പറഞ്ഞു. ഈ 3000 റിയാൽ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നോക്കിയിട്ടുണ്ടോ എത്രയായിരുന്നുണ്ട്? ഏകദേശം 75,000 രൂപയോളം വരും 3000 റിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ.
അപ്പോൾ രണ്ടാളുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപയായി. അപ്പോൾ ഈ പണം കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ഏതെങ്കിലും, ഞാൻ പറയുന്നത് നമ്മൾ പോകുന്നത് ഹറമിലേക്കാണ് പോകുന്നത് നമുക്കറിയാം, അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്കാണ് പോകുന്നത് അറിയാം. അതോടൊപ്പം നിങ്ങൾ ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ പോക്കറ്റടിയും ഈ പിടിച്ചുപറിയും നടക്കുന്ന സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. തവാഫ് ചെയ്യുന്നതിനിടയിൽ കൂടി ബ്ലഡ് വന്നിട്ട്, കാരണം ബ്ലേഡ് വെച്ചിട്ട് ഇവിടെ മുറിഞ്ഞിട്ട് നമ്മൾ പല ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. ഓതിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മുടെ സഹോദരിമാർ കാലും നീട്ടി വെച്ച് ഇങ്ങനെ സുഖമായിട്ട് ഓതിയിരിക്കും, ബാഗ് അടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. തൊട്ടടുത്ത് ഇരിക്കുന്ന സഹോദരി അവരുടെ കയ്യിൻ്റെ ഇടയിലുള്ള ബ്ലേഡ് വെച്ചിട്ട് നമ്മുടെ ബാഗിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു പോയി. എത്രയോ അനുഭവം, 1-2 അല്ല, മുച്ചൂടും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ജാഗ്രത കാണിക്കണം. ഈ പണം സൂക്ഷിക്കുന്നിടത്ത് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ ആരെങ്കിലും, നാട്ടുകാരോ ബന്ധപ്പെട്ട വിശ്വസ്തരായ ആളുകളോ ഉണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള പണം അവരെ കയ്യിൽ കൊടുക്കുക. മക്കത്തൊക്കെ ജോലി ചെയ്യുന്നവരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് അവരിരുന്ന് വാങ്ങിയാൽ മതി. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് നമ്മുടെ റൂമിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന് വളരെ ചെറിയ ചാൻസേ ഉള്ളൂ അങ്ങനെയുള്ള ആളുകൾ. നേരെ മറിച്ച് ഇങ്ങനെയുള്ള എഹ്റാമിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഹറമിൽ പോകുമ്പോഴും മടങ്ങി വരുമ്പോഴും പോകുമ്പോഴും അശ്രദ്ധ കൊണ്ടും ഒക്കെ തന്നെ പണം നഷ്ടപ്പെടാതിരിക്കാനും ഇങ്ങനെയുള്ള ഒരു ബാഗ് അടുപ്പിച്ചാൽ വളരെ നല്ലതാണ്. പണ്ടൊക്കെ നമ്മൾ ഈ ഐസ്ക്രീമൊക്കെ വിൽക്കുന്ന ആളുകളുടെ കയ്യിലുണ്ടാവും കഴുത്തിലിടുന്നൊരു സഞ്ചി. ഞാൻ ഏത് യാത്രക്ക് പോവുകയാണെങ്കിലും അത് കരുതി, അത് നമ്മളെ ഷർട്ടിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല. റിയാലുകളൊക്കെ 1500 റിയാലുകളാണെങ്കിൽ ആവശ്യമുള്ളത് മാത്രം ചില്ലറാക്കിയാൽ മതി, അവിടെ കിടന്നോളും. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിലിട്ട് അതും വെക്കാം, നമ്മുടെ യാത്രാരേഖകളും നമുക്ക് വെക്കാം. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ കഴിയുന്നത്ര നമ്മൾ ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവസാനിപ്പിക്കുകയാണ്, കൂടുതൽ പറയുന്നില്ല. യാത്രക്കിടയിൽ ഒറ്റപ്പെട്ടു പോവാതിരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. പലപ്പോഴും അത് സംഭവിക്കാറുണ്ട്. യാത്രക്കിടയിൽ തന്നെ എയർപോർട്ടിൽ എപ്പോഴും നമ്മൾ ആലോചിക്കണം, നമ്മുടെ കൂടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പുരുഷന്മാരായിരിക്കും സ്ത്രീകളെക്കാൾ അബലരായിട്ടുള്ളവർ, ദുർബലർ. അപ്പോൾ ആ പെണ്ണാണ് ഈ ആണിനെ നോക്കേണ്ടത്, ആണ് പെണ്ണിനെയും നോക്കണം. അത് എമിഗ്രേഷൻ്റെ സമയത്താണെങ്കിലും എയർപോർട്ടിൻ്റെ ഇവിടെ ഒന്നും നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ പോകുന്നവർക്കടക്കം ഇതിന് നമ്മൾ തന്നെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഒറ്റപ്പെടലില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. പ്രത്യേകിച്ച് നമ്മൾ എമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വിമാനം കാത്തിരിക്കുന്ന സമയത്ത്, വിമാനത്തിൽ കയറാനുള്ള സമയമാകുന്ന സമയത്ത്, ആ ഒരു സമയത്ത് എത്ര സമയത്തിനുള്ളിലാണ്, ഏത് ഗേറ്റിലൂടെയാണ് നമ്മുടെ വിമാനത്തിലേക്കുള്ള എൻട്രൻസ് എങ്കിൽ അതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് നമ്മളൊരു ഗ്രൂപ്പായിട്ടിരിക്കുക. എങ്ങനെയായിരുന്നാലും നമ്മൾ ഹജ്ജ് കമ്മിറ്റിയിൽ പോവുകയാണെങ്കിലും ഒക്കെ തന്നെ നമ്മളൊരു 10-20 ആളുകൾ ഒരുമിച്ച് ഒരു ചെറിയ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്താൽ ഒരു അമീറായിട്ട് അതിൽ ഒരാളെ നിശ്ചയിക്കുക. എന്നിട്ട് ആ ആളോട് പറയാതെ ഒരിക്കലും വേറിട്ട് പോകരുത്. പിന്നെ നമുക്ക് ചില സമയത്തുണ്ടാവും ആ വിമാനത്തിലാണ് കയറാൻ പോണ നേരത്തെ അപ്പം ഒന്ന് മൂത്രമൊഴിക്കാൻ പോകണം, അതുവരെ വെറുതെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയം നിശ്ചയിച്ച് കഴിഞ്ഞാൽ ഇന്ന സമയത്താണ് ബോർഡിങ് തുടങ്ങുന്നത്, അതിന് മുമ്പ് നമ്മളെല്ലാം റെഡിയായി കൃത്യമായിട്ട് ഇതിൽ ഇരിക്കണം എന്നർത്ഥം. ഇനി അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ നേരത്തെ ക്ലാസ്സിൽ ഓടിച്ചു പോയി അവനവൻ്റെ ബാഗേജും കാര്യങ്ങളും അവനവൻ തന്നെ തിരഞ്ഞെടുക്കണം. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കരിപ്പൂർ എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ സർക്കാരിൻ്റെ സേവകരും വളണ്ടിയേഴ്സും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളെ ലഗേജ് കണ്ടുപിടിച്ച് കയ്യിലുണ്ട് ഏൽപ്പിച്ച് തരും. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ലഗേജ് തന്നെ നമ്മൾ കൃത്യമായി കണ്ടുപിടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറുന്ന സമയത്തും ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ലഗേജ് ഏത് വാഹനത്തിലാണ് കയറ്റിയത് ആ വാഹനത്തിൽ തന്നെ എനിക്കും കയറാൻ അവസരം കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മിക്കവാറും ഒരു വിമാനം ഇറങ്ങിക്കഴിഞ്ഞ് ആ ഒരു ഇതിൽ വരുന്ന വാഹനങ്ങളും അല്ലെങ്കിൽ ബസ്സിലും വരുന്ന ആളുകൾ ഒരു ബിൽഡിങ്ങിലേക്ക് തന്നെ ആയിരിക്കാൻ പോവുക. അപൂർവ സന്ദർഭങ്ങളിൽ ബിൽഡിങ് മാറും. നമ്മൾ ഉറപ്പുവരുന്നത് നമുക്ക് കഴിയുന്ന എന്താ വെച്ചാൽ
ഞാൻ കയറുന്ന വാഹനത്തിൽ തന്നെ എൻ്റെ ലഗേജും കയറ്റാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. നമ്പറും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തിരിച്ച് നിങ്ങൾക്ക് കിട്ടും, പക്ഷെ സമയം വഴുകും. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നിലധികം ആളുകളുണ്ട്, 2-3 ആളുകളുണ്ട് എങ്കിൽ വാഹനത്തിൽ കയറുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പോവാൻ പറ്റിയ 500 ആളുണ്ടെങ്കിൽ 500 ആൾക്കും കയറാവുന്ന വാഹനം അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോൾ ഇമ്മിയുണ്ട്, മോനും ഉണ്ട്, മരുവളും ഉണ്ട്, ഇങ്ങനെ 4-5 ആളുകളുണ്ട്, 1-2 ആണും 1-2 പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ ഉമ്മ പ്രായമായ ആൾ ഉമ്മണ്ട് കയറി മോൻ കയറി ഇനി ഇതിൽ 50 ആളാണ്, ഇനി ഇതിൽ കയറാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഉമ്മ ഉള്ളിൽ, മോന് പുറത്ത്. അപ്പോൾ അടുത്ത ബസ് എല്ലാം ഒരു റൂമിൽ തന്നെ എത്തുന്നത്. പക്ഷെ എന്നാലും എന്തായി, പിന്നെ ലബൈക്കൊന്നും ഉണ്ടാവില്ല. എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്ക് എന്തേ പറ്റി ഇത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു 5 ആളുള്ളൊരു ഗ്രൂപ്പാണ്. ഈ 5 ആൾക്കും കൂടി ഞങ്ങളൊരു 5 ആളുള്ള ഗ്രൂപ്പാണ്, ഞങ്ങൾക്കിതിൽ കയറാൻ പറ്റുമോ? അപ്പം മറ്റുള്ള ആളുകളുമാണെങ്കിൽ 2 ആൾ വേണമെങ്കിൽ അവർക്ക് വേറെ ആ ഒരു ലീഡർഷിപ്പിന് പറ്റുന്ന രൂപത്തിൽ കൂടി, അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ഒരു വാഹനത്തിൽ തന്നെ കയറാൻ പറ്റുന്ന രൂപത്തിൽ, അപ്പോഴേ നമുക്കൊരു ഒരു നിർഭയത്വവും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇനി നമ്മളവിടെ റൂമിലെത്തി, ഇനി അഥവാ ഏതെങ്കിലും നിലക്ക് ഉമ്മ വേറെ പെട്ടു, അല്ലെങ്കിൽ 2 ആൾ ഭാര്യ അതിൽപ്പെട്ടു, ഞാൻ ഇതിൽപ്പെട്ടു, സമാധാനിക്കുക. അല്ലല്ലാ, അവിടെ എത്തിക്കോളും. 2-3 മണിക്കൂർ നേരത്തെ യാത്രയല്ലേ, അത് കഴിഞ്ഞാൽ അവിടെ ആ റൂമിൽ തന്നെ, ആ ബിൽഡിങ്ങിലേക്ക് തന്നെ എത്തും. ഇനി അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ഉംറക്ക് പോവുകയാണെങ്കിലും അതുപോലെ തന്നെ ഏത് കാര്യത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആലോചിക്കണം, നമ്മളുടെ റൂം നമുക്കേ അറിയുള്ളൂ. ഹറമിൻ്റെ മിനാരം എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഹറമിൽ നിന്ന് തിരിച്ചു പോരണമെങ്കിൽ നമ്മുടെ റൂമിനെ സംബന്ധിച്ചിടത്തോളം വേറൊരാൾക്കറിയില്ല. അപ്പം നല്ല കൃത്യമായ എൻ്റെ വഴി ഏതാണ്, ഏത് റൂട്ടിലൂടെയാണ് ഞാൻ പോകേണ്ടത്, ഏത് വാതിലിലൂടെയാണ് ഞാൻ കടന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നമുക്കൊരു ബോധമുണ്ടായിരിക്കണം. ഇപ്പം ഞാൻ ഈ പറയുന്നത് ഹജ്ജ് കമ്മിറ്റി മുഖേനയല്ല, നമ്മൾ ഈ പറഞ്ഞ ഗ്രൂപ്പ് മുഖേന പോകുന്നത്. ഹജ്ജ് കമ്മിറ്റിയിൽ പോകുന്ന ആൾക്കൊക്കെയും നമുക്കറിയാം അസീസിയയിലാണ് താമസം, എങ്കിലും 2 വാഹനം കയറിയിട്ട് വേണം ഹറമിലേക്ക് എത്താൻ. ആ എത്തുമ്പോഴും എത്തിയിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ ഹറമിലേക്ക് പോകുമ്പോൾ നമുക്ക് കൃത്യമായ ഹറമിൻ്റെ മുനാരം നമുക്ക് കാണും. കൃത്യമായിട്ട് നമ്മൾ ഹറമിനെ നമ്മൾ കാണും. ധൃതി പിടിച്ചാണ് നമ്മൾ ഏത് വഴിയിലൂടെയാണ് ഇപ്പോൾ ഈ പോകുന്നത്. നല്ല അടയാളം വെക്കുക, നല്ല കൃത്യമായിട്ടുള്ള അടയാളം വെക്കുക. ഈ ഇന്ന കെട്ടിടം ആ ക്ലോക്ക് ടവറും എവിടെ നോക്കിയാലും കാണും കേട്ടോ. ക്ലോക്ക് ടവർ ഒരു അടയാളം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും വലിയ അപകടമുണ്ട്. എങ്കിലും നമ്മൾ ആ വഴി കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. പിന്നെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എപ്പോഴും പറ്റാറുള്ളത്, നിങ്ങളോട് ഇന്ന സ്ഥലത്ത് നിൽക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം. നിങ്ങളുടെ ഭർത്താക്കന്മാരോ നിങ്ങളുടെ സഹോദരന്മാരോ പിതാവോ ആരാണോ മഹറമായി നിങ്ങളൊപ്പം ഉള്ളതെങ്കിൽ, അത് മസ്ജിദുൽ ഹറമിലാണെങ്കിലും ആണിനും പെണ്ണിനും വ്യത്യസ്തമായ പ്രത്യേക സ്ഥലത്ത് വെച്ചേ നിസ്കരിക്കാവൂ. ഒരിക്കലും ആണും പെണ്ണും ഇടകടർന്ന് നിസ്കരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കാണാം. ആ പിടിച്ച് തല്ലും ആട്ടും, ഒരു ടവലുകൊണ്ട് അടിച്ചോടിക്കും. പക്ഷെ ഇഖാമത്ത് ചെയ്ത് അറിയാതെ ഈ ആണിൻ്റെ ഒപ്പം ഈ പെണ്ണ് നിസ്കരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു കാരണവശാലും ഇടകലർന്ന് നിസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. എന്നിട്ട് എവിടെയാണ് നിങ്ങൾ കാത്തു നിൽക്കാൻ വേണ്ടി ഇന്ന ബാബ് ഇന്ന വാതിലിൻ്റെ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം. ഇനി ഈ ആള് മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക, എന്നാലും അതിന് പരിഹാരം ഉണ്ടാവും. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇപ്പം കാണാനില്ലല്ലോ, എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ, ഒരു പ്രയാസം ഉണ്ടാവരുത്. ഇന്ന് എത്ര മൊബൈൽ ഫോണും കാര്യങ്ങളുണ്ടെങ്കിൽ കുറേ അത് പരിഹരിക്കാൻ പറ്റുമെങ്കിലും ഈ പറഞ്ഞതുപോലെ നമ്മൾ കൃത്യമായി ഈ രൂപത്തിൽ കൂടി ആ വാക്ക് പാലിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് എങ്കിൽ നമുക്ക് ഒരുപാട് ആ ഒരു കാര്യത്തിൽ നമുക്ക് പിന്നെ പ്രയാസം കുറഞ്ഞു കിട്ടുമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹജ്ജിലൂടെ നമുക്ക് ഏറ്റവും അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ടതെന്ന്, നേരത്തെ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ ചില ആളുകളൊക്കെ ഈ കൺജസ്റ്റഡിനെ പറ്റി അല്ലെങ്കിൽ തിരക്കിനെ പറ്റി പറഞ്ഞു. നമ്മളൊരു വലിയ തിരക്കിലേക്കും ഒരു വലിയ
പിന്നെ ആൾക്കൂട്ടത്തിലേക്കാണ് പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും അനിവാര്യം വേണ്ടത് നമുക്ക് ക്ഷമയാണ്. ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം. സബ്ബത്തിൻ്റെ ദിവസം നമുക്കറിയാം, മീൻ ഇങ്ങനെ മൂക്കെടുത്ത് വരുമ്പോൾ യഹൂദികൾ ചെയ്ത ഒരു പണി, ഇന്ന് നമ്മൾ മീൻ പിടിക്കണ്ട എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് മീനിനെ ഒരു കുഴിയുത്തിയിട്ട് അതിലേക്കാക്കിയിട്ട് പിറ്റേ ദിവസം പിടിക്കാമെന്ന് പറഞ്ഞു. ഖുർആൻ അത് എടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്ത ആളുകളെയും മറ്റേ ആളെ സംബന്ധിച്ച് പറഞ്ഞില്ല, അതിനെ ഗുണദോഷിച്ച ആളുകൾ അള്ളാഹു രക്ഷപ്പെടുത്തി, ബാക്കിയുള്ളവരെ അള്ളാഹു ശിക്ഷിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായിട്ട് അള്ളാഹു ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ കൂടി ക്ഷമിക്കാതിരിക്കുക, അല്ലെങ്കിൽ ക്ഷമയെ പരീക്ഷിക്കുന്ന രൂപത്തിലേക്കുള്ള പല ഉദാഹരണങ്ങളും ഹജ്ജിൻ്റെ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ നമ്മൾ ക്ഷമയോടുകൂടി നമ്മൾ അതിനെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഈ രൂപത്തിൽ കൂടി ഞാൻ പിന്നെ ദീർഘമായ ഒരു ഹജ്ജിനെ സംബന്ധിച്ചോ മറ്റൊന്നും പറയാതെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കിട്ടിയ മറ്റു പിന്നെ ക്ലാസ്സിൽ കിട്ടിയിട്ടില്ലാത്ത കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹുവിനോട് സദാസമയത്തും നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, മഖ്ബൂലും മബ്റൂറുമായുള്ള ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വരാൻ വേണ്ടി. നമ്മൾ ഹജ്ജ് നിർവഹിക്കുന്നതോടുകൂടി നമ്മുടെ ബാധ്യത വർദ്ധിക്കുകയാണ്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നിപ്പോൾ ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പള്ളിയിൽ പോയി സുബഹി നമസ്കരിച്ച എത്ര ആളുകളുണ്ടെന്ന് ചോദിച്ചാൽ, കൈ പൊക്കാൻ പറഞ്ഞാൽ പൂർണ്ണമായും എല്ലാവരും കൈ പൊക്കും എന്നെനിക്ക് തോന്നുന്നില്ല. സ്ത്രീകളെ സംബന്ധിച്ചല്ല ഞാൻ സൂചിപ്പിച്ചത്. കാരണം ഇബാദത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ കാണിക്കുന്ന അലസതയും അലംഭാവവും അത് ഹജ്ജ് നിർവഹിക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് ഇതുവരെ ചെയ്തിട്ടുള്ള നമുക്ക് മബ്റൂറും മഖ്ബൂലുമായിട്ടുള്ള ഹജ്ജ് നിർവഹിക്കാൻ സാധിച്ചാൽ അള്ളാഹു നമുക്ക് പുറത്തു തരും. അത്രമാത്രം തെറ്റുകളില്ലാത്ത ഒരു ക്ലീൻ സ്ലേറ്റായി, പാപക്കറകളില്ലാത്ത ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറുകയാണ്. അത് നിലനിർത്താൻ ഒരു വലിയ പരിശ്രമം നമുക്ക് വേണ്ടി വരും. ഇപ്പം നമ്മൾ പരിശീലിക്കുകയാണ്. ആ പരിശീലനത്തിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുള്ള തഖ്വ നിലനിർത്തുവാൻ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും. അത് നിലനിർത്തി ആവുന്നത്ര എത്രയാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആയുസെങ്കിലും പരമാവധി നമ്മൾ തഖ്വയോടുകൂടി ജീവിക്കുവാനും ഇബാദത്തുകൾ വീഴ്ച വരുത്താതിരിക്കുവാനും വേണ്ടി നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഖ്ബൂലും മബ്റൂറുമായുള്ള ഹജ്ജ് നിർവഹിക്കുവാനുള്ള ആഫിയത്തും തൗഫീഖും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, ഈ ഹജ്ജിന് പ്രതിബന്ധമായി സംഭവിക്കാവുന്ന ഏതെങ്കിലും വിധത്തിലുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അള്ളാഹുവെ, നീ അത് ഞങ്ങളിൽ നിന്ന് തട്ടി നീക്കണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള വലുതും ചെറുതുമായുള്ള പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ അറിവുകേട് കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചകൾക്ക് നീ ഞങ്ങളെ പിടികൂടി ശിക്ഷിക്കരുതേ തമ്പുരാനെ. അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. പടച്ചവനെ, നീ നൽകുന്ന പരീക്ഷണങ്ങളെ ക്ഷമയോടുകൂടി നേരിടുവാനുള്ള തൗഫീഖും നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാന്. അള്ളാഹു, ഞങ്ങളുടെ മനസ്സിലുള്ള നല്ല ആഗ്രഹങ്ങളെ നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് തരണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഗുരുനാഥന്മാർക്കും നീ പുറത്തു കൊടുക്കുകയും ഞങ്ങളെയും അവരെയും ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അള്ളാഹുവെ, രോഗശയ്യയിൽ കിടക്കുന്ന ഞങ്ങളുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും നീ രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.